നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. നിങ്ങളൊരു ചെറിയ ഓഫീസിലാണെങ്കിലും വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലാണെങ്കിലും ഇനി അതൊരു സർക്കാർ സ്ഥാപനമാണെങ്കിലും ശരി, ഒരിടത്തും നിങ്ങൾക്കൊഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഓഫീസ് പൊളിറ്റിക്സ്. സത്യം പറയട്ടെ, നമ്മുടെ ആളുകൾക്ക് ഇത് വളരെ ഇഷ്ടമാണ്. അവരുടെ ശരീരത്തിലും മനസ്സിലും ഇത് നിറഞ്ഞിരിക്കുകയാണ്. സ്വന്തം വീടുകളിൽ പോലും പൊളിറ്റിക്സ് കളിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇതിൽ നിന്ന് പൂർണ്ണമായി ഓടിയൊളിക്കാമെന്നോ ഇത് ഇല്ലാതാക്കാമെന്നോ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. പകരം നിങ്ങൾ മാറണം. നിങ്ങൾ നിങ്ങളെത്തന്നെ ഒന്ന് മിനുക്കിയെടുത്താൽ ഈ പൊളിറ്റിക്സിനെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിലൂടെ നിങ്ങളുടെ മാനസിക സമാധാനം സംരക്ഷിക്കാനും കരിയറിൽ വലിയ പ്രൊമോഷനുകൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും. ഓഫീസ് പൊളിറ്റിക്സ് കാരണം നിങ്ങളിന്ന് വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. 1. നിഷ്പക്ഷത ഒരായുധമാക്കുക. സ്റ്റേ ന്യൂട്രൽ. ഓഫീസിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിലൊരു പക്ഷം പിടിക്കാൻ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾ ടീം എയിലും ചേരേണ്ട, ടീം ബിയിലും ചേരേണ്ട. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ തണലിൽ നിൽക്കുന്നത്? മറ്റുള്ളവർ പരസ്പരം പൊരുതി നശിക്കട്ടെ. അവരുടെ കർമ്മഫലം അവർ തന്നെ അനുഭവിക്കും. നിങ്ങൾ എപ്പോഴും നിഷ്പക്ഷനായി നിൽക്കുക. അനാവശ്യമായി ദേഷ്യപ്പെടാതെ സ്വന്തം ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. 2. ഗോസിപ്പുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. അവോയ്ഡ് ഗോസിപ്പ്. ഓഫീസിലെ ഏറ്റവും വലിയ ക്യാൻസറാണ് പരദൂഷണം. പലരും നിങ്ങളുടെ അടുത്ത് വന്ന് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയും. അവൾ അങ്ങനെയാണ്, അവനു വല്ലാത്ത അഹങ്കാരമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരിക്കലും അതിൽ തലകുലുക്കി സമ്മതിക്കാനോ പങ്കുചേരാനോ നിൽക്കരുത്. വിഷയം പതുക്കെ മാറ്റുക. അത്തരം ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയാൽ നിങ്ങളുടെ സൽപ്പേര് സംരക്ഷിക്കപ്പെടും. അല്ലാത്തപക്ഷം നാളെ നിങ്ങളുടെ ബോസ് നിങ്ങളെയും ഒരു ഗോസിപ്പ് ആന്റിയായിട്ടാകും കാണുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നിങ്ങൾ മറ്റൊരാളെക്കുറിച്ചും ഇല്ലാത്തത് പറയാൻ നിൽക്കരുത്. 3. അണ്ടർസ്റ്റാൻഡ് പവർ ഡൈനാമിക്സ്. നിങ്ങളുടെ ഓഫീസിൽ യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? മീറ്റിംഗുകളിൽ ആരുടെ വാക്കുകൾക്കാണ് കൂടുതൽ വില ലഭിക്കുന്നത്? ഇത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ആർക്കാണോ യഥാർത്ഥത്തിൽ അധികാരമുള്ളത് അവർക്ക് കൃത്യമായ ബഹുമാനം നൽകുക. അതിനർത്ഥം അവരെ അമിതമായി സുഖിപ്പിക്കണമെന്നല്ല. വ്യക്തിപരമായ താൽപ്പര്യങ്ങളോ സൗജന്യങ്ങളോ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതില്ല. വ്യക്തമായ പ്രൊഫഷണൽ അതിരുകൾ നിശ്ചയിച്ച് മുന്നോട്ടു പോകുക. 4. ശത്രുക്കളെയല്ല, സഖ്യങ്ങളെ സൃഷ്ടിക്കുക. ബിൽഡ് അലയൻസസ്, നോട്ട് എനിമീസ്. ഓഫീസിലുള്ള എല്ലാവരും നിങ്ങളുടെ ചങ്ക് സുഹൃത്തുക്കളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ചുരുക്കം ചിലരുമായി മാത്രം നല്ല സൗഹൃദം സ്ഥാപിക്കുക. മറ്റുള്ളവരുമായി വെറുമൊരു ഹായ് ബൈ ബന്ധം മാത്രം നിലനിർത്തുക. ചിലർ നിങ്ങളുടെ പ്രമോഷൻ തടയാനോ നിങ്ങളുടെ ജോലിക്ക് ക്രെഡിറ്റ് അടിച്ചുമാറ്റാനോ ശ്രമിച്ചേക്കാം. അത്തരം ഘട്ടങ്ങളിൽ ഈ ശത്രുക്കളെ നേരിടാൻ നിങ്ങളുടെ സഖ്യത്തിലുള്ള ആളുകളുടെയും അധികാരത്തിലുള്ളവരുടെയും സഹായം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. 5. ഡിപ്ലോമസി ശീലമാക്കുക. മാസ്റ്റർ ദി ആർട്ട് ഓഫ് ഡിപ്ലോമസി. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ ഉടനെ ചൂടാകാൻ നിൽക്കരുത്. വളരെ ശാന്തമായി ബുദ്ധിപൂർവ്വം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുക. പ്രതിസന്ധികളിലും തർക്കങ്ങളിലും പെട്ടുപോകുമ്പോൾ നിങ്ങളുടെ വൈകാരിക ബുദ്ധി ഉപയോഗിക്കുക. വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് കമ്പനിയുടെ നന്മയെ മുൻനിർത്തി ന്യായമായ തീരുമാനങ്ങളെടുക്കാൻ ശീലിക്കുക. 6. ജോലിയിലൂടെ മറുപടി കൊടുക്കുക. ഫോക്കസ് ഓൺ യുവർ വർക്ക്. ഓഫീസിൽ എന്തു വലിയ പൊളിറ്റിക്സ് നടന്നാലും നിങ്ങളുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് മികച്ചതാകുമ്പോൾ മറ്റുള്ളവരുടെ വായ തനിയെ അടയും. പ്രമോഷനു വേണ്ടി ബോസിനെ സുഖിപ്പിക്കുന്നവരും മറ്റുള്ളവരുടെ ക്രെഡിറ്റ് മോഷ്ടിക്കുന്നവരും വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവയ്ക്കുന്നവരും പിന്നിൽ നിന്ന് കുത്തുന്നവരും അഥവാ ബാക്ക് സ്റ്റാബേഴ്സും നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലൂടെ ബോസിനു മുന്നിൽ കഴിവ് തെളിയിക്കുക. കമ്പനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. നിങ്ങൾ കരുത്തനാണെങ്കിൽ നിങ്ങളെ തൊടാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. 7. എപ്പോൾ പടിയിറങ്ങണമെന്ന് തിരിച്ചറിയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് സുഹൃത്തുക്കളെ. ചിലയിടങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങളുടെ ബോസ് ടോക്സിക് ആയിരിക്കും. കുറുക്കുവഴികൾ തേടുന്നവർക്ക് മാത്രമേ അവിടെ സപ്പോർട്ട് ലഭിക്കൂ. അവിടെ നിങ്ങളുടെ കഴിവുകൾക്ക് യാതൊരു വിലയുമുണ്ടാകില്ല. ഇത് കഴുതകളുടെ മുന്നിൽ സംഗീതം വായിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഇത്തരമിടങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കുക. സ്വകാര്യ കമ്പനിയാണെങ്കിൽ രാജിവെച്ച് മികച്ചതൊന്ന് കണ്ടെത്തുക. സർക്കാർ ഓഫീസാണെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങാൻ ശ്രമിക്കുക. 8.
നിങ്ങളുടെ ക്രെഡിറ്റ് ആരും മോഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് അവസാനം മീറ്റിംഗ് വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ വേറൊരാൾ തട്ടിയെടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം എനിക്കറിയാം. ഇത് തടയാൻ നിങ്ങൾ ചെയ്യേണ്ടതിതാണ്. നിങ്ങളുടെ ആശയങ്ങളും പ്രവർത്തന നേട്ടങ്ങളും കൃത്യമായും വ്യക്തമായും ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുക. നിങ്ങളുടെ ബോസിന് കൃത്യമായ അപ്ഡേറ്റുകൾ നൽകുക. ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം. ഓഫീസിൽ ജീവനക്കാരുടെ കഴിവിനും യോഗ്യതയ്ക്കും പ്രാധാന്യം നൽകാതെ മാനേജർമാരോ ടീം ലീഡർമാരോ തങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരോട് മാത്രം പ്രത്യേക താൽപ്പര്യം കാണിക്കുന്നതാണ് പക്ഷപാതം. ഇത് മറ്റു ജീവനക്കാർക്കിടയിൽ കടുത്ത അസമത്വവും അതൃപ്തിയുമുണ്ടാക്കാൻ കാരണമാകും. ബോസ് തന്നെ ഇത്തരത്തിൽ പക്ഷപാതം കാണിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ജോലിയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫോക്കസ് ഓൺ വർക്ക്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പ്രൊഫഷണലിസം നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ നല്ല ബന്ധങ്ങൾ സഹപ്രവർത്തകരുമായി വളർത്തിയെടുക്കുകയും ചെയ്യുക. നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ നിങ്ങളുടെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ തന്നെ മറ്റുള്ളവർക്ക് മറുപടി നൽകുക. HR അല്ലെങ്കിൽ മെന്റർമാരുടെ സഹായം തേടുക. ഓഫീസ് രാഷ്ട്രീയവും ബോസിന്റെ പക്ഷപാതവും കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുകയോ മറ്റു വെല്ലുവിളികൾ നേരിടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള മറ്റു മെന്റർമാരെയോ സമീപിച്ച് മാർഗനിർദ്ദേശം തേടാവുന്നതാണ്. ഗോസിപ്പുകളും മോശം പെരുമാറ്റങ്ങളും ഒഴിവാക്കുക. ബോസിന്റെ പക്ഷപാതത്തെക്കുറിച്ച് മറ്റു ജീവനക്കാരുമായി ഗോസിപ്പ് പറയുന്നതിൽ നിന്നോ അനാവശ്യമായ നിഷേധാത്മക പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നോ പൂർണ്ണമായും വിട്ടുനിൽക്കുക. ഇത് നിങ്ങളുടെ സൽപ്പേര് സംരക്ഷിക്കാൻ സഹായിക്കും. ബോസിന്റെ പക്ഷപാതത്തെ ഒരു വ്യക്തിപരമായ തോൽവിയായി കാണാതെ ഇത്തരം തന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ പ്രൊഫഷണലിസം കാത്തുസൂക്ഷിക്കുന്നതിലാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക. സഹപ്രവർത്തകരുമായി എപ്പോഴും ക്രിയാത്മകമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക. അവരുമായി നിരന്തരം അർത്ഥവത്തായ ചർച്ചകൾ നടത്തുകയും പിന്തുണ നൽകുകയും അവരുടെ പരിശ്രമങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് പരസ്പര വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ഒരു മികച്ച ടീം പ്ലെയറാകുക. സഹപ്രവർത്തകരുമായി മികച്ച രീതിയിൽ സഹകരിച്ചു പ്രവർത്തിക്കുകയും എല്ലാവരുടെയും കൂട്ടായ നേട്ടങ്ങളെ അംഗീകരിക്കുകയും ടീമിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നത് ഒരു സഹപ്രവർത്തകനെന്ന നിലയിൽ നിങ്ങളുടെ സ്ഥാനം ഉയർത്തുകയും സമാധാനപരമായ ഒരു തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. ഓഫീസിലെ അലിഖിത നിയമങ്ങൾ അഥവാ ഇംപ്ലിസിറ്റ് നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് മനസ്സിലാക്കുന്നത് ഓഫീസ് രാഷ്ട്രീയത്തെ ബുദ്ധിപൂർവ്വം നേരിടാനും കരിയറിൽ വിജയിക്കാനും വളരെ അത്യാവശ്യമാണ്. ഈ അലിഖിത നിയമങ്ങൾ മനസ്സിലാക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. അധികാരഘടനകൾ നിരീക്ഷിക്കുക. ഓഫീസിലെ അനൗപചാരികമായ അധികാരഘടനകൾ അഥവാ ഇൻഫോർമൽ പവർ ഡൈനാമിക്സ്, സഖ്യങ്ങൾ, സ്വാധീനം ചെലുത്താൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. തീരുമാനങ്ങൾ എടുക്കുന്ന രീതി മനസ്സിലാക്കുക. സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നും പ്രൊമോഷനുകൾ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നും കൃത്യമായി മനസ്സിലാക്കുക. വ്യക്തിബന്ധങ്ങളിലെ അലിഖിത മാർഗനിർദ്ദേശങ്ങൾ. സഹപ്രവർത്തകർ തമ്മിലുള്ള ഇടപെടലുകളെയും ടീമിലെ ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന അലിഖിത മാർഗനിർദ്ദേശങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്ഥാപനത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുക. ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പൊതുവായ സംസ്കാരം എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. വൈകാരിക ബുദ്ധിയും നൈപുണ്യം. ഇത്തരം കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ മികച്ച വ്യക്തിബന്ധങ്ങളും അതുപോലെ വൈകാരിക ബുദ്ധിയും വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലെ സാഹചര്യങ്ങളെ ഉൾക്കാഴ്ചയോടെയും തന്ത്രപരമായും അഥവാ ടാക്ടിക്കൽ പ്രോവേഴ്സ് നേരിടാനും വിജയകരമായി മുന്നേറാനും സാധിക്കും. ഇനി പറയൂ സുഹൃത്തുക്കളെ, നിങ്ങളുടെ നിലവിലെ ഓഫീസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമെന്താണ്?
ഗോസിപ്പുകളാണോ അതോ ആരെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നതാണോ? താഴെ കമന്റ് ചെയ്യൂ, നമുക്കൊരുമിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താം. നിങ്ങളുടെ സമാധാനവും സന്തോഷവും വലുതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വളരെ സമാധാനത്തോടെയും വലിയ വിജയങ്ങളോടെയും നിങ്ങൾ മുന്നോട്ടു പോകുക. ആശംസകൾ.